ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ചു. ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് നാം കേൾക്കുന്ന വചനഭാഗം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടിയുടെ വിവരണത്തിൽ ദൈവം വചനത്താലാണ് സൃഷ്ടി നടത്തിയത് എന്ന് നാം മനസ്സിലാക്കി. ദൈവ വചനമാണ് ക്രിസ്തുവായി ഭൂമിയിൽ അവതരിച്ചത്. ആ വചനം തൻ്റെ പിതാവിന് സാക്ഷ്യം നൽകുന്ന വചനമായിരുന്നു. എന്നെ കേൾക്കുന്നവൻ പിതാവിനെ കേൾക്കുന്നു. ഇതായിരുന്നു ക്രിസ്തുവിൻ്റെ സന്ദേശം. ആ രക്ഷകന്റെ പിറവിത്തിരുനാളിന് ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നാം എല്ലാവരും ദേവാലയത്തിലെത്തുകയും പാപമോചനം കുംഭസാരം എന്ന കൂദാശയിലൂടെ സ്വീകരിക്കുകയും ചെയ്ത് നിർമ്മല മാനസരായി വിശുദ്ധരായി തീർന്നിരിക്കുന്നു. വിശുദ്ധിയുള്ള ഹൃദയത്തോടെ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന കുഞ്ഞുമക്കൾ എന്ന നിലയിൽ ആ ഈശോയോട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കുവാനായിട്ടുള്ള അവസരം. ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള സംഭാഷണം, അതാണ് പ്രാർത്ഥന. ഒരു കൊച്ചു പ്രാർത്ഥന നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ചെല്ലാം. ഈശോയെ, പുൽക്കൂട്ടിൽ അവതരിക്കുമ്പോൾ അങ്ങയുടെ ഹൃദയത്തിലുണ്ടായ വികാര വിചാരങ്ങൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെന്ന നിലയിൽ ഞങ്ങളുടെ ഹൃദയവുമായി താതാത്മ്യം പ്രാപിക്കുന്ന ഈശോയെ, അങ്ങയുടെ വികാര വിചാരങ്ങൾ ലോക രക്ഷകൻ എന്ന നിലയിൽ സാധാരണക്കാരായ ആട്ടിടയരുടെ അടുക്കിലേക്ക് ഒട്ടേറെ കുറവുകളുള്ള ഞങ്ങളുടെ ഇടയിലേക്ക്, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് വന്ന് വസിക്കുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു. ആ വലിയ മഹാമനസ്കതയ്ക്ക് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കുന്നു. ഞങ്ങളുടെ ആകുലതകളിലേക്കും ഉത്കണ്ഠകളിലേക്കും രോഗഭീതിയിലേക്കും പഠനത്തിനുള്ള തടസ്സങ്ങളിലേക്കും അങ്ങ് കടന്നു വരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പ്രേഷിതത്വം കുടുംബജീവിതത്തിലൂടെ എന്ന 11-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്ത് നാം ചർച്ച ചെയ്യുക കുടുംബം ഒരു വചന പ്രഘോഷണ വേദി എന്ന ആശയമാണ്. കുഞ്ഞായിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ അച്ഛനും അമ്മയും തന്ന പരിശീലനത്തെക്കുറിച്ച് ബോധവാനായിരിക്കില്ല, അല്ലെങ്കിൽ ബോധവതിയായിരിക്കില്ല. മറിച്ച് നമ്മുടെ കുഞ്ഞനുജനുണ്ടാവുമ്പോൾ, കുഞ്ഞനുജത്തി ഉണ്ടാവുമ്പോൾ അച്ഛനും അമ്മയും നിങ്ങളും എങ്ങനെയാണ് അവളെ ട്രെയിൻ ചെയ്യുന്നത്, വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. കൊച്ചുകുട്ടിയെ അമ്മ മടിയിലിരുത്തി ഈശോ എന്ന് പറഞ്ഞു പഠിപ്പിക്കും. അമ്മ ഭിത്തിയിലെ ഈശോയുടെ രൂപത്തെ ചൂണ്ടിക്കാണിച്ച് ഈശോ എന്ന് പറയും. നിങ്ങൾ അവനോട് ഈശോ എന്തിയെന്ന് ചോദിച്ചാൽ കൊച്ച് ആദ്യം മുകളിലേക്ക് നോക്കും. അവിടെ എവിടെയെങ്കിലും രൂപങ്ങളുണ്ടോ, ചിത്രമുണ്ടോ, ഈശോയുടെ ചിത്രം. അവൻ്റെ കണ്ണ് ആ ചിത്രത്തിൽ പതിക്കും. അച്ഛൻ അവനെയുമായി ദേവാലയത്തിലെത്തും. അച്ഛനും അമ്മയും ഒരുമിച്ചാണ് എത്തുക. അവിടെ അവന് പരിശീലനം കൊടുക്കും. ആ സക്രാലിയിലിരിക്കുന്നത് ഈശോയാണ്. അവിടെ എല്ലാവരും നിശബ്ദരായിരിക്കുന്നു, ആ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് എല്ലാവരും അനങ്ങാതെ നിന്ന് പ്രാർത്ഥിക്കുകയും ഈശോയെ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആദ്യമൊക്കെ അവനൊന്ന് ഓടി നടക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും പരിശീലനം കൊണ്ട് അവന് ഈശോയിലേക്ക് നോക്കി അനങ്ങാതെ നിൽക്കും. അവൻ മുട്ടേക്കുത്തും, കുരിശ് വരയ്ക്കും. ഇങ്ങനെ പല കാര്യങ്ങളും പഠിച്ചത് അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്നാണ്, കുടുംബത്തിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ കുടുംബം ഒരു വലിയ വിശ്വാസ പരിശീലനത്തിൻ്റെ കളരിയാണ്, വചനപ്രഘോഷണത്തിൻ്റെ വേദിയാണ്. നമ്മൾ മനസ്സിലാക്കിയ നാളിതുവരെ നമ്മൾ 10 വർഷം പഠിച്ച ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. 10 അല്ല 15-16 വർഷമായി. എങ്കിലും ഔദ്യോഗികമായിട്ട് 10 വർഷം പഠിച്ച കാര്യങ്ങളുണ്ട്. അവയൊക്കെ ആ കുഞ്ഞിൻ്റെ തലത്തിൽ നിന്ന്
അവൻ്റെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുവാൻ ബാധ്യതപ്പെട്ടവരാണ് ചേട്ടനും ചേച്ചിയും ഒക്കെയായ നിങ്ങളൊക്കെ. ഈ പശ്ചാത്തലത്തിലാണ് ഈ പാഠത്തിൻ്റെ പുരോഗതി. മനുഷ്യൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവവചനമാണ്. ദൈവവചനത്താൽ രക്ഷിക്കപ്പെടേണ്ടവനാണ് മനുഷ്യൻ. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. വചനത്തിന് കുടുംബത്തിൽ പ്രാധാന്യം കൊടുക്കണം. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിന്റെ വീടിൻ്റെ കട്ടിളക്കാലുകളിലും പടിവാതിലുകളിലും എഴുതി വയ്ക്കണം. ഇങ്ങനെയാണ് പഴയ നിയമത്തിൽ പറയുക. അതായത് തൻ്റെ ജനത്തിൻ്റെ തിരിച്ചറിവിന് വേണ്ടി, തൻ്റെ ജനത്തെ തിരിച്ചറിയാൻ വേണ്ടി, തൻ്റെ പട്ടാളക്കാരെ തിരിച്ചറിയാൻ വേണ്ടി പഴയ കാലഘട്ടങ്ങൾ മുതൽ രാജാക്കന്മാർ പ്രത്യേക അടയാളങ്ങൾ, സിമ്പലുകൾ കൊടുക്കും. ഒന്നെങ്കിൽ കയ്യിൽ അവർ പച്ചകുത്തും, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ അശോക സ്തംഭം ഉള്ള തൊപ്പി ധരിക്കും, അതുപോലെ മെഡലുകളൊക്കെ ധരിക്കും. അപ്പോൾ ഏത് രാജ്യത്തെ പട്ടാളക്കാരനാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അടയാളങ്ങൾ കൊടുക്കും. പോലീസുകാരനെയും പട്ടാളക്കാരനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പഴയ കാലഘട്ടങ്ങളിലും ഇങ്ങനെയായിരുന്നു. ഇത് ആരുടെ സൈന്യമാണ്, ആരുടെ അനുയായികളാണ് എന്നൊക്കെ തിരിച്ചറിയാൻ ഇപ്പോൾ തിരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ അടയാളങ്ങൾ, കൊടി അടയാളങ്ങൾ, ചിഹ്നങ്ങൾ ഇവയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇത് ആരുടെ അണികളാണ് എന്ന് തിരിച്ചറിയാം. ഇങ്ങനെ ദൈവവും ഇസ്രായേൽ ജനത്തിന് അടയാളങ്ങൾ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു അടയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വചനമാണ്. കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥനാപൂർവം വചനം പഠിക്കണം. ദൈവം വചനത്തിലൂടെ ഇന്നും നമ്മോട് സംസാരിക്കുന്നു. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവരെല്ലാം അവിടുത്തെ സ്വന്തമാണെന്ന് സുവിശേഷം പറയുന്നു. അപ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയാണ് ഇവിടെ പ്രധാനമായിട്ടും വരേണ്ടത്. കുടുംബ പ്രാർത്ഥനയുടെ അവസരത്തിൽ വചന വായന നിർബന്ധമാണ്. ആ വചനം വായിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് വായിക്കണം. നമുക്കില്ലാത്ത ചില നിഷ്ഠകളാണ്. നമ്മൾ വചനം വായിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് വായിക്കുകയും എഴുന്നേറ്റ് നിന്ന് ശ്രവിക്കുകയും ചെയ്യുന്ന രീതിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ആ വചനം വായിക്കുമ്പോൾ അത് കൊച്ചു കുട്ടികളെ കൊണ്ട് വേണമെങ്കിൽ വായിപ്പിക്കാം. അപ്പോൾ അത് വളരെ വ്യക്തതയോടെ വായിക്കണം എന്നുള്ള കാര്യവും കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് വചനം ആഴപ്പെടുന്നു. മറ്റൊരു സന്ദർഭം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ഒരു വചനഭാഗം നോക്കാം. ഇപ്പോഴാണെങ്കിൽ എല്ലാവർക്കും സൗകര്യമുണ്ട്, മൊബൈൽ ഫോണിലും ഒക്കെ വിശുദ്ധ ഗ്രന്ഥമുണ്ട്. എങ്കിലും വിശ്വാസ പരിശീലന ക്ലാസ്സിൽ നിങ്ങൾക്കെല്ലാം വ്യക്തിപരമായിട്ട് ഒരു പേഴ്സണൽ ബൈബിൾ അത് നമ്മൾ സമ്മാനിക്കുന്നുണ്ട്. കൊച്ചു ക്ലാസ് മുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബൈബിൾ, ആ ബൈബിൾ എടുത്തു നോക്കി വായിക്കാനും നിങ്ങളെ സ്ട്രെസ് ചെയ്യുന്ന വചനങ്ങൾ അടിയിൽ വരയ്ക്കാനും പ്രത്യേകമായിട്ടും നമ്മൾ പരിശീലനം നൽകുന്നു. കുടുംബം ഒരു വിശ്വാസ പരിശീലന കളരി. ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രഥമ വിദ്യാലയവും ഉന്നത മാനവികതയുടെ പാഠശാലയുമാണ് കുടുംബം. മക്കളോട് ആദ്യമായി വിശ്വാസം പ്രസംഗിക്കേണ്ടവരും അവരെ വിശ്വാസം പഠിപ്പിക്കേണ്ടവരും മാതാപിതാക്കളാണ്. ഈ അർത്ഥത്തിൽ മാതാപിതാക്കൾ മക്കളുടെ പ്രഥമാധ്യാപകരും പ്രധാനാധ്യാപകരുമായി നിലകൊള്ളുന്നു. സ്വന്തം മാതൃകയാലും ഉപദേശത്താലും മക്കളുടെ ക്രിസ്തീയവും പ്രേക്ഷിതപരവുമായ ജീവിതത്തിന് അവർ രൂപം കൊടുക്കുന്നു. മക്കൾക്ക് ശരിയായ ക്രിസ്തീയ വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശവും കർത്തവ്യവും മാതാപിതാക്കളുടേതാണ്. ഈ കടമകളെല്ലാം ക്രിസ്തീയ കുടുംബങ്ങളുടെ പ്രേക്ഷിതത്വത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകങ്ങളായി കണക്കാക്കുന്നു. സ്വയം മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൻ്റെ മഹാത്മ്യം മക്കൾ മാതാപിതാക്കളിൽ നിന്ന് പഠിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, കുടുംബത്തിൽ വല്യപ്പച്ചനും വല്യമ്മച്ചിയും അച്ഛനും അമ്മയും അച്ഛൻ്റെ അനുജനും അല്ലെങ്കിൽ അച്ഛൻ്റെ അനുജത്തിയും മക്കളുടെ മക്കളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പല ഏജ് ഗ്രൂപ്പിലുള്ള പ്രായവിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഒരു സമ്മേളനമാണ്, അല്ലെങ്കിൽ ഒരു കർമ്മഭൂമിയാണ് കുടുംബം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ കൊച്ചുകുട്ടിയുടെ പ്രവർത്തനങ്ങൾ,
അതിൽ തിരുത്തൽ വരുത്തുന്നു. അത് അച്ഛൻ തിരുത്തുന്ന ഒരു ശൈലിയുണ്ട്, മുത്തശ്ശൻ തിരുത്തുന്ന ഒരു ശൈലിയുണ്ട്, മുത്തശ്ശി അതിൽ മാറ്റം വരുത്തുന്ന ശൈലിയുണ്ട്. അവന് പരിശീലനങ്ങൾ കൊടുക്കുന്നത് പലരാണ്. അവനറിയാതെ ഒരു പരിശീലന കളരിയിലൂടെ അവൻ കടന്നുപോയി അവൻ കുടുംബജീവിതത്തിലേക്കോ മറ്റേതെങ്കിലും ദൈവവിളിയിലേക്കോ പ്രവേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളും പരിശീലനം വഴി അവർ പരസ്പരം അംഗീകരിച്ചും തെറ്റുതിരുത്തിയും വളരുന്നു. ധാർമ്മിക ബോധത്തോടെ ജീവിക്കാനും മക്കൾക്ക് അവർ പരിശീലനം നൽകുന്നു. മാതാപിതാക്കളുടെ മാതൃകാപരമായ ജീവിതം മറ്റുള്ളവരെ പറ്റി ചിന്തയുള്ളവരും ക്ലേശം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ സന്മനസ്സുള്ളവരുമാക്കി മക്കളെ മാറ്റുന്നു. അമിത ലുബ്ധും ധാരാളിത്തവും ഒഴിവാക്കാനും നല്ല കാര്യങ്ങൾക്ക് സംഭാവന കൊടുക്കുന്ന ശീലം വളർത്താനും കുടുംബത്തിലെ പരിശീലനം അവരെ സഹായിക്കുന്നു. തൊഴിൽ ചെയ്യുന്നവന് ന്യായമായ വേതനം നൽകാനും അവരോട് മനുഷ്യത്വപരമായി പെരുമാറാനും ജാതിമതഭേദമന്യേ അയൽക്കാരോട് നല്ല സമീപനം പുലർത്താനും തങ്ങളുടെ മാതൃകയിലൂടെ മാതാപിതാക്കൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. വിശ്വാസത്തിൽ വളരുന്ന കുടുംബങ്ങൾ സമൂഹത്തിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാതൃകകളാകുന്നു. സഭയിലൂടെ പൂർത്തിയാക്കപ്പെടുന്ന ലോകരക്ഷ ഓരോ കുടുംബത്തിലൂടെയുമാണ് സഫലമാകേണ്ടത്. സഭയെപ്പോലെ ക്രൈസ്തവ കുടുംബം സുവിശേഷം ജീവിക്കുന്ന വേദിയാകണം. അതേസമയം സമൂഹത്തിലേക്ക് സുവിശേഷ സത്യങ്ങളെ കൊണ്ടുവരികയും വേണം. അങ്ങനെ കുടുംബം സഭയുടെ സുവിശേഷവൽക്കരണത്തിൻ്റെ ശക്തമായ ഒരു വേദിയായി മാറുന്നു. ഇനിയും മറ്റൊരു തലക്കെട്ട് അവസാനമായി കുടുംബത്തിൻ്റെ പ്രേഷിത പ്രവർത്തന മാതൃകകൾ. വീട്ടിൽ അഥവാ കുടുംബത്തിൽ എങ്ങനെയെല്ലാം പ്രേഷിത പ്രവർത്തനം നടത്താം, നമുക്കൊരു പ്രേഷിതരായി തീരാം. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദാമ്പത്യ ജീവിതം. അച്ഛനും അമ്മയും സ്നേഹത്തിലൊന്നാവുകയും അതിൻ്റെ പൂർത്തീകരണമായി മക്കൾക്ക് ജന്മം നൽകുകയും അവരെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനപ്പെട്ടവരായ മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. കൂദാശകളിലുള്ള പങ്കാളിത്തം, പ്രാർത്ഥന, ജീവിത സാക്ഷ്യം, പരസ്നേഹ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് കുടുംബത്തിൻ്റെ പ്രധാന പ്രേഷിത പ്രവർത്തന മാർഗങ്ങൾ. സഭയുടെ ആരാധനക്രമത്തിൽ കുടുംബം മുഴുവൻ സജീവമായി പങ്കെടുക്കണം. വിശുദ്ധ കുർബാനയിലും ഇതര കൂദാശകളിലും താൽപ്പര്യപൂർവ്വം പങ്കുപറ്റിക്കൊണ്ട് സഭാജീവിതത്തിൽ ആഴപ്പെടണം. ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും സഭയുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യുമ്പോൾ സഭയുടെ പ്രേഷിത പ്രവർത്തനങ്ങളിൽ നാം പങ്കുകാരാവുന്നു. പാവപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക, താൽപ്പര്യപൂർവ്വം ആതിഥ്യം നൽകുക, അരിഷ്ടതയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന സഹോദരങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനും വേണ്ട സഹായങ്ങൾ കിട്ടുന്നതിനും ശ്രമിക്കുക, തിരസ്കൃത ശിശുക്കളെ ദത്തെടുക്കുക, പരദേശികളെ ആദരപൂർവ്വം സ്വീകരിക്കുക, മതബോധനത്തിനാവശ്യമായ സഹായങ്ങൾ നൽകുക, വിദ്യാലയങ്ങളുടെ നടത്തിപ്പിൽ സഹായിക്കുക തുടങ്ങിയവയിലൂടെയെല്ലാം കുടുംബജീവിതം നയിക്കുന്നവർക്ക് പ്രേഷിത പ്രവർത്തനങ്ങളിൽ പങ്കുപറ്റാൻ സാധിക്കും. എല്ലാറ്റിനുമുപരിയായി തങ്ങളുടെ മക്കളെ പ്രേഷിത ദൈവവിളികളിൽ സ്വീകരിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ടും മാതാപിതാക്കൾ സഭയുടെ പൊതു പ്രേഷിത പ്രവർത്തനത്തിൽ സജീവമായ പങ്കുപറ്റുന്നു. സഭ സ്വഭാവത്താൽ തന്നെ പ്രേഷിതയാണെങ്കിൽ ഓരോ ക്രിസ്തീയ കുടുംബവും സ്വഭാവത്താലെ പ്രേഷിതയാണ്. സുവിശേഷവൽക്കരണത്തിൽ കുടുംബങ്ങൾക്കുള്ള വലിയ പങ്ക് മനസ്സിലാക്കിക്കൊണ്ട് സഭ കുടുംബ പ്രേഷിതത്വത്തിന് പരമമായ പ്രാധാന്യം നൽകുന്നു. ആധുനിക ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സഭയോടൊപ്പം നമുക്ക് പരിശ്രമിക്കാം. കുടുംബത്തിൻ്റെ പ്രേഷിത പ്രവർത്തന രംഗങ്ങൾ ഏതെല്ലാം എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക.